ഉത്സവത്തിൽ ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. നിറഞ്ഞ കൈയോടുകൂടി സ്വാഗതം ചെയ്യാം പ്രസാദ് കൊളത്തുപുഴ. പ്രസാദ് എന്താ ചെയ്യണേ? മേശരിപ്പണി. മേശരിപ്പണിയാണ്. എവിടെ? കൊളത്തുപുഴ. കൊളത്തുപുഴയില്, കൊല്ലം ജില്ലയില്. അത് രവീന്ദ്ര മാഷിന്റെ സ്ഥലമല്ലേ? അല്ലേ, വീടിനടുത്ത് തന്നെ ആണല്ലേ? രവീന്ദ്ര മാഷിന്റെ പഴയ പേര് തന്നെ കൊളത്തുപുഴ രവി എന്നായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്താണ്. 200 മീറ്റർ ആണ്. അപ്പൊ ആ പാട്ടിന്റെ ഒരു ഇത് അവിടെ തന്നെ മുഴുവനായിട്ട് കിടപ്പുണ്ടപ്പോ അല്ലേ? ഞാൻ തമിഴാ പാടുന്നത്. ആണല്ലേ? തമിഴാണ് പാടുന്നത്. ഓക്കെ. അതാണോ ആറ്റിങ്കര ഇരുന്ന് പാടി വൈറലായ പാട്ട്? അതെ അതെ. ആണല്ലേ? ഓക്കെ. கல்யாணமாலை கொண்டாடும் பெண்ணே என் பாட்டை கேளு உண்மைகள் சொன்னேன். கல்யாணமாலை கொண்டாடும் பெண்ணே என் பாட்டை கேளு உண்மைகள் சொன்னேன். ஸ்ருதியோடு லயம் போலவே இணையாகும் துணையாகும் சம்சார சங்கீதமே. கல்யாணமாலை கொண்டாடும் பெண்ணே என் பாட்டை கேளு உண்மைகள் சொன்னேன். வாலிபங்களோடும் வயதாக கூடும், ஆனாலும் அன்பு மாறாதது. மாலையிடும் சொந்தம் முடி போட்ட பந்தம் பிரிவென்று சொன்னால் அறியாதது. அழகான மனைவி அன்பான துணைவி அமைந்தாலே பேரின்பமே. மடி மீது துயலு சரசங்கள் பயலு மோகங்கள் ஆரம்பமே. நல்ல மலையாளின் நேசமொரு கோடி செஞ்சமிடும் வீணை பாடுவேன் கோடி சந்தோஷ சாம்ராஜ்யமே. கல்யாண மாலை கொண்டாடும் பெண்ணே என் பாட்டை கேளு உண்மைகள் சொன்னேன். ஸ்ருதியோடு லயம் போலவே இணையாகும் துணையாகும் சம்சார சங்கீதமே. கல்யாண மாலை கொண்டாடும் பெண்ணே என் பாட்டை கேளு உண்மைகள் சொன்னேன். സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടില്ല. ഒന്ന് രസമുള്ള ശബ്ദം. അതെന്താ കുട്ടിക്കാലത്ത് ഇത്രയും നല്ല ശബ്ദം ഉണ്ടായിരുന്ന പഠിക്കാത്ത? ഭജനയ്ക്കൊക്കെ പണ്ട് പോകുമായിരുന്നു. പിന്നെ ഇപ്പൊ ഒരു 10-22 വർഷം കൊണ്ട് ഇങ്ങനെ കുഞ്ഞു വേദികളിൽ പാടാൻ പോകുന്നു. ചോദിക്കുന്ന തെറ്റിലെ കാല് ആക്സിഡന്റ് ആക്സിഡന്റ് എത്ര നാളായി കാണും? ഒരു 20-28 വർഷത്തോളം. മരത്തിൽ തൂണേ. പക്ഷെ അത് താങ്ക് യു. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞിട്ടില്ല? വിവാഹം കഴിഞ്ഞ് 4 മക്കളുണ്ട്. 4 മക്കളുണ്ട്. അപ്പൊ നമുക്ക് ഒരു മലയാളം പാട്ട്, ആ ശബ്ദത്തിൽ മലയാളം പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നിറുകയിൽ അരുമയായി ഉടഞ്ഞതാരോ. മെല്ലെ മെല്ലെ മുഖപടം തെല്ലുതുക്കി. താങ്ക് യു. ഇങ്ങനെ കുറച്ച് പാട്ടുകളുടെ ഒരു സെലക്ഷൻ ഉണ്ടല്ലേ എപ്പോഴും? ചില നമ്മുടെ പാട്ടുകളാണെന്ന് തോന്നുന്ന പാട്ടുകൾ അല്ലേ? SPBയുടെ പാട്ടുകൾ കംപ്ലീറ്റ് മറ്റേ ആറ്റിങ്കര പാട്ടുകളാണ്. ആറ്റിങ്കരയിൽ എന്ത് ചെയ്തോണ്ടിരുന്നപ്പോഴാണ് ആ പാട്ട് പാടിയത്? ചൂണ്ടയല്ലേ? ചൂണ്ടയിട്ടുണ്ട്. അഭിലാഷേട്ടൻ വന്നിട്ട് വേറെ ചൂണ്ടയിട്ടു. ആ ചൂണ്ട ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണ് ഈ ചൂണ്ടയിലൂടെ കൊത്തിയത്. ശരിക്കും കണ്ണടച്ചിരുന്നാലേ കോയമ്പത്തൂർ ഒരു ചായക്കടയിൽ ഇരുന്ന് തേങ്ങാ ബണ്ണും കട്ടിങ് ചായയും കുടിക്കുന്ന ഫീൽ. അവിടെ ഇപ്പോഴും പ്ലേ ചെയ്യുന്നത് പുതിയ പാട്ടുകളല്ല. ഞാനൊരു നൊസ്റ്റാൾജിയയിലേക്ക് പോയി. കാരണം SPBയെ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ കോവിഡ് കാലത്ത് ഏറ്റവും വലിയൊരു നഷ്ടമാണത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുമായിട്ട് നീതി പുലർത്തിയില്ലെങ്കിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കില്ല. ഭയങ്കര രസമാണ്. നമ്മുടെ പ്രജോട്ടിലോട് പോകുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത അഭിലാഷ് വന്നിട്ടില്ലേ? ഉണ്ടല്ലോ. പുള്ളി ഇങ്ങോട്ട് വിളിക്കട്ടെ. ഓ വിളി.
അഭിലാഷ് ഒന്ന് വരുമോ? നിങ്ങൾ രണ്ടുപേരും കൂടി പുഴവക്കിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന സമയത്ത് താങ്കൾക്ക് ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തിടാൻ തോന്നി അല്ലേ? ആ സാറേ, ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ആയൂരെ. ഞാൻ കൂടെ ഇങ്ങനെ കുളത്തൂപ്പുഴ പാട്ട് പാടാനൊക്കെ പോകും. ഒരു ബോക്സ് ഉണ്ട് എന്റെ ആട്ടോ എപ്പോഴും. ശരി. അങ്ങനെ അവിടെ ചെന്ന് ചൂണ്ടയിട്ടോണ്ട് ഞാൻ പാടിയപ്പോ ഇദ്ദേഹത്തിനെ കണ്ട് പാടിപ്പിച്ചേ. ആണല്ലേ? അപ്പൊ അന്ന് വരെ നിങ്ങൾക്ക് തമ്മിൽ പരിചയമില്ല? ഇല്ല, അന്നാണ് പരിചയപ്പെടുന്നത്. ഒരു പരിചയമില്ല. അതൊരു എന്തായാലും രണ്ടുപേരും ഒരേ സമയത്തോടെ ചൂണ്ടയിടാമെന്നത് നന്നായി. അതാണ് ദൈവത്തിന്റെ ഇത്. ഇപ്പൊ ഞങ്ങള് കരോക്കെ ഗാനമേള ട്രൂപ്പും തുടങ്ങി, ഗാനമേളയും തുടങ്ങി ഞങ്ങളെല്ലാം കൂടെ. എനിക്ക് വയ്യ, അടിപൊളി. ഓരോ സമയമാണല്ലേ ശരിക്കും. ദൈവം പലരെ സന്തോഷിപ്പിക്കാൻ പല രീതിയിൽ പലരെ വിടും. അത്തരത്തിലുള്ള ഒരാളാണ് പ്രസാദ്. കാരണം ഇത്ര മനോഹരമായിട്ട് പാടാൻ, SPBയുടെ പാട്ടുകൾ പാടാൻ, പാട്ട് പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് അത് എല്ലാ സംഗതികളും ഉണ്ട്. കാര്യം ഈ സൗണ്ട് എഞ്ചിനീയർ നോബ് തിരിക്കില്ല എന്ന് പറഞ്ഞ പോലെ പച്ച മലർപ്പൂവ് ഈ സംഗതികളെല്ലാം വരച്ചാണ് പാടുന്നത്. അസാധ്യ ഗായകനാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല അനുഗ്രഹമുള്ള ഒരു അച്ഛനെ കിട്ടിയ പിള്ളേരാണ് ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. പരമാവധി വേദികളിൽ പാടുക, ഒരുപാട് വേദികൾ കവർ ചെയ്തു. കാര്യം ഇത് നമ്മുടെ ഒരു തൊഴിലായിട്ട് തന്നെ സ്വീകരിച്ച് കൊണ്ടുപോകാം. ഒരുപാട് വേദികൾ കിട്ടട്ടെ, ഒരുപാട് അറിയട്ടെ, എല്ലാവരും അറിയട്ടെ പ്രസാദ് ആരാണ് എന്താണെന്നൊക്കെ അറിയട്ടെ കേട്ടോ. വളരെ കലക്കി പ്രസാദ്. അഭിലാഷ് ഇദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തതിനും ഒക്കെ വളരെ നന്ദി കേട്ടോ. താങ്ക് യു. അഭിലാഷിനെ നമ്മൾ ക്ഷണിക്കുകയാണ് നമ്മുടെ ഗ്രൂമിങ്ങിൽ പങ്കെടുക്കുക. ഓഡിഷൻ ഒന്നുമില്ല, സ്ട്രൈറ്റ് ഗ്രൂമിങ് വരിക, നമുക്കൊരു ദിവസം പെർഫോം ചെയ്യണം കേട്ടോ. ഇദ്ദേഹത്തിന്റെ പോലെ തന്നെ ഇവിടെ വന്നൊരു പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു രണ്ടുപേരും. പൈസ താ. എടോ ഇയാൾ എത്ര പുറകിൽ നടന്നാലും എന്റെ ഇല്ല എന്ന് പറഞ്ഞ അങ്ങനെ എനിക്ക് ബാലൻസ് 1 രൂപ തരാൻ ഉണ്ടായിട്ടില്ല ഞാൻ വന്നത്. ഇപ്പൊ നിങ്ങൾ കാരണം ഇപ്പൊ 120 രൂപയുടെ നഷ്ടം എനിക്ക് ഉണ്ടായിട്ടിരിക്കും. അറിയോ? 120 രൂപയുടെ നഷ്ടമോ? പിന്നെ അല്ലാതെ 5 കിലോമീറ്റർ അപ്പുറത്താണ് എന്റെ വീട്. ഞാൻ അവിടെ ഇറങ്ങാതെ ഈ ബാലൻസ് 1 രൂപ മേടിക്കാൻ വേണ്ടി ഈ സ്റ്റാൻഡിൽ വന്ന് ഞാൻ ഇറങ്ങിയത്. ഇനിയിപ്പോ 120 രൂപ വേണം എനിക്ക് തിരിച്ച് ഓട്ടോ പിടിച്ച് വീട്ടിൽ പോകാൻ. എന്റെ പൊന്നേട്ടാ, എനിക്ക് നിങ്ങളുടെ 1 രൂപ വേണ്ട. ഞാൻ തൊട്ടപ്പുറത്തിരുന്ന ആ ചുമന്ന ഷർട്ടിൽ ചേട്ടന്റെ പൈസയും കൂടെ ചേർത്ത് കൊടുത്തതാന്ന്. അപ്പറേ എനിക്കറിയാൻ അയാളെ ഏതാന്ന് പറഞ്ഞ് എനിക്ക് പരിചയമില്ല പുള്ളിയെ. പോന്നാ ചുമന്ന ഷർട്ടുകാരൻ. ചെന്ന കൊണ്ട് കയറി കൊടു. ഞാൻ 1 രൂപ ചോദിച്ചാൽ അയാൾ എന്നെ ചുമന്ന കായലിൽ കൊണ്ട് കളയും. എന്താ അതിൽ ഓടിയാരാന്ന്? എന്റെ പൊന്ന അങ്കിളെ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കണം. അങ്കിളോ? അല്ല, മിങ്കിളാവാൻ വേണ്ടി ഞാൻ ഞാനോട് അങ്ങനെ മിങ്കിളാണ്ട. ഞാൻ സിംഗിൾ ആയിട്ട് നടന്നോളാം. എനിക്ക് എന്തിനാ മിങ്കിളാന്ന്? ബസ് കയറാൻ നേരം ഞാൻ പറഞ്ഞാണോ ചില്ലറ ഉള്ളവർ മാത്രം ഈ ബസ്സിൽ കയറിയാൽ മതിയെന്ന്? എന്റെ ബാലൻസ് 1 രൂപ തരാണ്ട് സാറിന്റെ ചില്ലറ ഉണ്ടോ? ഇല്ല. പിന്നെ എന്നെ ഉദ്ദേശിച്ചത് കുത്തി കയറി അനന്തരം കയറിയത്. താൻ ആ ബസ് കയറാൻ നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുക തന്നെ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അതുകൊണ്ടല്ല. താൻ എന്താ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ അങ്ങോട്ട് മാറി നിന്നത്? ഞാൻ കറക്റ്റായിട്ട് അവിടെ മാറി നിന്നോണ്ട് ഇവര് കറക്റ്റായിട്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്തി. ഞാൻ ബസ് സ്റ്റോപ്പിലാണ് എന്നിരുന്നത്. കറക്റ്റായിട്ട് ഞാൻ മാറി നാളത്ത് കൊണ്ട് നിർത്തിയത്. നിങ്ങൾ യാത്രക്കാരല്ല അങ്ങനെ? അതെ, ഞങ്ങൾ ഇത് യാത്രക്കാരുടെ ആരോഗ്യം നോക്കുന്ന കൂട്ടത്തില്ല. ഞങ്ങൾ യാത്രക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാ നിങ്ങൾ ആരോഗ്യം നോക്കുന്നത്? അല്ല, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമ്പോഴേ നമ്മുടെ ബിപിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയും. നിങ്ങൾ KSRTCയിലെ ജീവനക്കാരാ, അല്ലാതെ ആരോഗ്യ പ്രവർത്തകരല്ലേ ഞങ്ങളുടെ ആരോഗ്യം നോക്കാനായിട്ട്? അല്ലാതെ ഇപ്പൊ തന്നെ ഈ ടിക്കറ്റിന്റെ പകുതി പൈസ എനിക്ക് തിരിച്ചിങ്ങോട്ട് വരണം. ടിക്കറ്റിന്റെ പകുതി പൈസ എന്തോത്തിന്? നിങ്ങളുടെ വണ്ടിയെ തിരക്കായതുകൊണ്ടേ എന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം ഞാൻ ഫുട്ബോളിന് പുറത്തായിരുന്നു. ബാക്കി പകുതി ഭാഗം അടുത്ത് നിന്ന് സ്ത്രീയുടെ പുറത്ത്. അനാവശ്യം പറയല്ല സാർ. ഞാൻ അങ്ങനെ ശ്രീലംബരനൊന്നുമല്ല. ഞാൻ ഇയാൾ ആ സ്ത്രീയുടെ ഇടയിൽ കിടന്ന് തെളിയിപ്പോ ഞാൻ പറഞ്ഞു ഫ്രണ്ടിലോട്ട് കയറി നിൽക്കുക, അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട് ഞാൻ പറഞ്ഞായിരുന്നോ? ഇടപ്പനെ എനിക്ക് അങ്ങനെ ഫ്രണ്ടിൽ കയറി ഫുട്ബോൾ കളിക്കാൻ ഒക്കത്തില്ല. ഞാൻ ഞങ്ങളുടെ അടുത്ത ക്ലബിലെ ഫുട്ബോൾ ടീമിന്റെ ഗോളി കയറി ഫുട്ബോൾ കളിച്ചു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധം. അത് അതുകൊണ്ടല്ല, തനിക്ക് ആ സ്ത്രീകളെ ചാരി നിൽക്കാൻ വേണ്ടിട്ട് മാത്രമാ. ഇതെന്തൊരു വർത്തമാനം? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചാരിയല്ലോ. ഞാൻ അങ്ങനെ ചാരി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ലത ജോലി ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ പേര് ലതയെന്നല്ല, ചാരില്ലത. ടിക്കറ്റ് കൊടുക്കാൻ നേരത്തെ എല്ലാവരും ചാരിയോ? ബസ്സിൽ കയറാൻ നേരം ഞാൻ ഇങ്ങനെ കണ്ണ് കാണിച്ചായിരുന്നോ? ഫ്രണ്ടി ഒരു സീറ്റ് ഉണ്ട് ഞാൻ കണ്ണ് കാണിച്ചായിരുന്നോ? അത് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണ് കാണിച്ചാണോ? പിന്നല്ല, ഞാൻ വിചാരിച്ചാൽ വളക്കാൻ നോക്കിയായിരിക്കുന്നു. ഫ്രണ്ടിൽ പോയിരിക്കാൻ ആരംഭിക്കുമായിരുന്നു. ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നതാണ്. ഞാൻ അവിടെ ചെന്നിരുന്നപ്പോഴത്തേക്ക് ചെവിക്കാത്ത രോമം കട്ടി പിരിയുള്ള ഒരു പുള്ളി എന്നെ ഇറക്കി വിട്ടു. അയ്യോ, ഞങ്ങളുടെ ഡ്രൈവർ അത്. പുള്ളി പറയാ പുള്ളിയുടെ സീറ്റ് അവിടെ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഡ്രൈവറുടെ സീറ്റിലാണോ യാത്രക്കാർ യാത്ര ചെയ്യുന്നത്? പിന്നെ ഒരു ദിവസമൊക്കെ ഡ്രൈവർ ബാക്കിലത്തെ സീറ്റിൽ നിന്ന് വണ്ടി ഓടിച്ചാൽ എന്തോ കുഴപ്പം? ഇത് ഭയങ്കര ദുർവാശി തന്നെ. ഉർവശിയല്ല, കൽപ്പന. ഭയങ്കര ഷാറ്റ് വന്നാ പുള്ളിക്ക്. അത് തന്നെയല്ല, പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യാൻ വണ്ടി ഓടിക്കുമ്പോ. അയ്യോ, അങ്ങനെ പുള്ളിയെ കുറ്റം പറയല്ലേ. അത് പുള്ളി ഫോൺ ചെയ്യുന്നതല്ല, പുള്ളിയുടെ ഭാര്യ ഇങ്ങോട്ട് വിളിക്കുന്ന ഈ വഴിയിൽ നിന്ന് ചോറും വെള്ളം എടുക്കാൻ. ആണോ? ഈ പോകുന്ന വഴിക്ക് വഴിയിൽ നിന്ന് ചോറും വെള്ളം എടുക്കാണ്ട് പുള്ളി ആനവണ്ടിയുടെ ഡ്രൈവറാണോ അതോ ഘോഷയാത്രയ്ക്ക് വന്ന ആനയാണോ? അത് തന്നെ വേറെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട് പുള്ളിയുടെ. പുള്ളി ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന സദാ സമയം നടുക്കിരിക്കുന്ന കണ്ണാടിക്കകത്ത് നോക്കുക. അയ്യോ, അത് പുറകിൽ നിന്ന് വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോന്ന് അറിയാൻ ഈ കണ്ണാടിക്കകത്ത് നോക്കുന്നത്. ചുമ്മാതാ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടോ നോക്കുന്നതല്ല. പുള്ളി അറിയാതെ പുറകിൽ നിങ്ങൾ പേടിച്ച് തന്ന് പൈസ എടുക്കുന്നുണ്ടോ നോക്കുന്നത്. പുള്ളി അറിയാതെ ഇന്നേ വരെ ഞാൻ ഈ ബാഗിൽ നിന്ന് പൈസ എടുത്തിട്ടില്ല. കണ്ടോ? അപ്പൊ രണ്ടുപേരോട് അറിഞ്ഞു വെച്ചോണ്ട് പൈസ എടുത്തിട്ടുണ്ട്. അനാവശ്യം പറയരുതെന്ന്. എന്തോ അനാവശ്യം പറഞ്ഞ? ഞാൻ ഒന്നാമത് ഇവിടെ കടിച്ചു തൂങ്ങി
തൂങ്ങിയാ കിടക്കുന്നത്. അടിച്ചു ചോദിക്കാനായിട്ട് ഇവിടെ എന്തോ റൊട്ടിക്കടി മത്സരം നടക്കുവാണ്. KSRTC ബസ് നഷ്ടത്തിലാ ഓടുന്നത്, താൻ ആലോചിച്ചോളാം. പക്ഷേ നമ്മളൊക്കെ അറിഞ്ഞേക്കുന്ന KSRTC ബസ് ഡീസലിലാണ് ഓടുന്നത്. അല്ലയോ? അല്ല, ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും KSRTC ബസ് കാലിക്ക് ഓടി പോകുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എപ്പോൾ കണ്ടാലും അതിനകത്ത് മുടിഞ്ഞ തിരക്ക്. എന്നിട്ട് പറയാം KSRTC നഷ്ടത്തിലാണ്. ഇതിനകത്തും ഉണ്ടായിരുന്നു തിരക്ക് ഈ വണ്ടിക്കകത്ത്. തനിക്ക് ഒറ്റയ്ക്ക് പോകണമെങ്കിൽ താൻ ഒരു ഓട്ടോ പിടിച്ച് പോകണമായിരുന്നു. അന്ന് ഒട്ടയ്ക്കകത്ത് പോകാണ്ട് ഞാൻ ഭാഷത്തിന് മേലെ രജനികാന്തല്ല. അതല്ല, തനിക്ക് അത്ര സൗകര്യമായിട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകണമായിരുന്നാ പറഞ്ഞത്. അതെന്തോന്നറിയാം സാറേ, എനിക്ക് ഈ ഒറ്റയ്ക്ക് ഓട്ടോയിൽ പോകുന്നത് ഇഷ്ടമല്ല. കാരണം എനിക്ക് ബസ്സിനകത്ത് കയറിയിട്ട് ഇങ്ങനെ പിന്നെ കെട്ടിടങ്ങളും മരങ്ങളും ഒക്കെ ഇങ്ങനെ പുറയിലോട്ട് ഓടി പോകുന്ന ഇങ്ങനെ സൈഡിൽ നിന്ന് കാണണം. അത് തന്നെയല്ല, എനിക്ക് അടുത്തിരിക്കുന്ന ആൾ തോള് തുറന്ന് എനിക്ക് ഉറങ്ങണം. ഇങ്ങനെ കിടന്നുറങ്ങാനേ ഇത് KSRTC ബസ് അല്ല, അത് ഇയാളെ കെട്ടിയോടെ വീടല്ല. തനിക്ക് നിർബന്ധം വീട്ടിൽ പോയി ഭാര്യയുടെ തോളിൽ പോയി കിടന്നുറങ്ങണോടോ? ഞാൻ സദാസമയം അങ്ങനെ ഉറക്കമെന്നും പറഞ്ഞ അവൻ എന്റെ തോളല് പിടിച്ചിട്ട് ഇറങ്ങി പോയത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചാരി കിടന്നുറങ്ങും. എന്റെ തോളയിലെങ്ങാനും ചാരി കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് ഞാൻ തന്നെ ഉറക്കും. അങ്ങനെ ഒറ്റയടിക്ക് ഉറക്കല്ലേ? ഇങ്ങനെ പതുക്കെ എന്റെ ചന്തക്ക് കേട്ടി ഇങ്ങനെ വാവോ ചീ വാവോ അങ്ങനെ ഉറക്കുക. ഞാൻ വാവ വെച്ചാൽ താൻ ഉടക്കുന്നത് വാ വെക്കും. അയ്യോ ഓടി വായോ നാട്ടുകാരെ, KSRTC ഡിപ്പോയിൽ കയറ്റി ഒരു പാവത്തിനെ ഇടിച്ചു കൊല്ലാൻ മോളെ. കാട്ടാക്കടല സംഭവം ആവർത്തിക്കാൻ പോകുന്നത്. സമാധാനപ്പെട്. എനിക്ക് പൈസ വേണം. എനിക്ക് പൈസ വേണം. ഒരു കാര്യം ചെയ്യും, നാളെ ഇയാള് ബസ്സിൽ കയറുമ്പോൾ 1 രൂപ കുറച്ച് തന്നാൽ മതി. ഞാൻ നാളെ 1000 രൂപ എന്റെ ശമ്പളം കളഞ്ഞിട്ട് ഈ 1 രൂപയ്ക്ക് വേണ്ടി ബസ്സിനകത്ത് കയറി യാത്ര ചെയ്യാം. അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും താൻ കയറുവാണെങ്കിൽ ഞാൻ ഓർത്തിട്ടങ്ങ് എടുത്ത് തരാം. കണ്ടോ, ഓർത്തര തരാന്ന്. 1 മണിക്കൂർ തീർത്ത് ഇവരോടെ ബസ്സിനകത്ത് യാത്ര ചെയ്തിട്ട് എന്റെ 1 രൂപ തരാൻ ഒരു മറന്നുപോയി. പിന്നെ വർഷങ്ങൾക്ക് ചേട്ടാ എനിക്ക് 1 രൂപ തരാന്ന് ഓർത്ത്. അങ്ങനെ തരത്തൊന്നും നിങ്ങൾ മുട്ടായി ഇതിന് 1 രൂപയേ ഉള്ളൂ, താൻ ഇതെടുത്തു. ഈ 1 ഗുണമാണ് മുട്ടായി എന്ന് പറ്റിക്കാനേ. ഞാൻ അംഗനവാടി പഠിക്കുന്ന കൊച്ചല്ല, ഞാൻ പഴവാടിയുള്ള പോകുന്ന കുട്ടിയാണ്. എന്നാ ഗോവിന്ദക്കുട്ടി ഒരു കാര്യം ചെയ്യും, പോയിട്ട് അടുത്ത ആഴ്ച ഞാൻ പൈസ തരാം. ഞാൻ ഞായറാഴ്ച കണ്ടാൽ നനച്ചല്ലേ ഈ ആഴ്ച പോയിട്ട് അടുത്ത ആഴ്ച തിരിച്ചു വരാനായിട്ട്. എന്റെ പൈസ തരാനില്ലോ, താനും ചെയ്യും. ആണോ? അങ്ങനെയാണ് ഞാൻ ബലം പ്രയോഗിക്കുമേ. താൻ ബലം പ്രയോഗിക്കോ? ഞാൻ എന്റെ ആങ്ങളോട് പറയും, താൻ കുണ്ട്ര സ്റ്റാൻലിന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. എവിടാ? കുണ്ട്ര സ്റ്റാൻഡിൽ. കുണ്ട്ര സ്റ്റാൻലി പേര് കേട്ടൊരു ഗുണ്ടയാ. അയ്യോ, അപ്പൊ അങ്ങനെ പറഞ്ഞ് പേടിപ്പൊന്നും ചെയ്യല്ലേ. നമ്മളതിലുണ്ട് ഗുണ്ടയൊക്കെ, നമുക്ക് അറിയാവുന്ന ഗുണ്ടകളുണ്ട്. കില്ലർ ജോയി എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. എന്തുവാ? കിൻഡർ ജോയ്. കിൻഡർ ജോയി നല്ലെന്ന്. കില്ലർ ജോയി എന്റെ അമ്മാവന്റെ മോനെ ഭയങ്കര ഗുണ്ടയാ. ഞാനങ്ങനെ തരാം, അവൻ ജയിലിൽ കിടക്കുക. അതല്ലെന്ന്, തന്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ പൈസ കിട്ടുതരാം. സ്വന്തമായിട്ട് ആധാർ കാർഡ് നമ്പർ പോലും ഇല്ലാത്ത എനിക്ക് ഇവിടുന്ന ഗൂഗിൾ പേ നമ്പർ. ഒരു കാര്യം ഞാൻ വാട്സപ്പ് നമ്പർ നടത്തേ. എന്തിനാ? അതാകുമ്പോ രാത്രി മൂങ്ങ ഉറങ്ങി കഴിയുമ്പോഴത്തെ ഒരു 10-11 മണിയാകുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന മഞ്ഞ ഉണ്ട അയക്കാം. അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന മഞ്ഞ ഉണ്ട് അങ്ങോട്ട് അയക്കും. അങ്ങനെയാണ് ഞാൻ ഒറ്റക്കണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു മഞ്ഞ ഉണ്ട തിരിച്ചു വിടും. അങ്ങനെയാണെങ്കിൽ ഞാൻ അയ്യേ ഒരു ഉണ്ടയും കിട്ടുന്നില്ല പറയാൻ. ഞാൻ ചേട്ടനെ കൊണ്ട് അയപ്പിക്കുമല്ലോ ഉണ്ട. എന്തോ അയക്കും? വെടിയുണ്ട. എന്റെ ചേട്ടൻ അങ്ങ് പട്ടാളത്തിലാ. ഉണ്ട അയപ്പിക്കരുത്, എനിക്ക് എന്റെ പൈസ വേണം. മര്യാദയ്ക്ക് എന്റെ പൈസ. ഇയാൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തരത്തില്ലെങ്കിലോ? തരത്തില്ലേ? ഇല്ല. എന്റെ 1 രൂപ തരത്തില്ലേ? ഇല്ലെന്ന്. അങ്ങനെയാണ് ഈ പൈസ മേടിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ഇയാൾ എന്താ ചെയ്യും? ഞാൻ ഇവിടെ ഞാൻ KSRTC സ്റ്റാൻഡിൽ ഞാൻ നിരാഹാരം കിടക്കും എന്റെ 1 രൂപയ്ക്ക്. എന്നിട്ട് ഞാൻ നഷ്ടപരിഹാരം 1 ലക്ഷം രൂപ മേടിച്ചോണ്ട് ഇവിടെ പോകത്തില്ല. ഇയാൾ എത്ര ഇവിടെ നിരാഹാരം കിടന്നാലും ഇയാൾ 1 രൂപ കിട്ടത്തില്ല, നഷ്ടപരിഹാരം 1 ലക്ഷം രൂപയും കിട്ടത്തില്ല. ആണോ? ഞാൻ മേടിക്കുന്ന കാണണോ? ഞാൻ നഷ്ടപരിഹാരം 1 ലക്ഷം രൂപ മേടിക്കുന്ന കാണണോ? എടോ, താൻ ഇത് കണ്ടോ? അയ്യേ, പ്രായം എഴുതിക്കൊണ്ട് നടക്കുന്നത് 41 വയസ്സൊന്നും. അയ്യാ, ഇത് പ്രായം എഴുതിയതല്ല. ഇന്നും കൂടെ ചേർത്ത് 41 ദിവസമായി എനിക്ക് ശമ്പളം കിട്ടിയിട്ട്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ട് മാസ ശമ്പളം ഞങ്ങൾ മാസങ്ങളായിട്ട് സമരം ചെയ്തിട്ട് കിട്ടുന്നില്ല. പിന്നെ ഇയാളുടെ ഒരു കുടുംബ ഇവിടെ കിടന്ന് ചാവാതെ വീട്ടിലെങ്ങാണം പോകാൻ നോക്ക്. പിന്നെ നാളെ മുതൽ ഞങ്ങൾ അടുത്ത സമരത്തിന് ഇറങ്ങുക. വീണ്ടും സമരത്തിന് ഇറങ്ങുവാണോ? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ KSRTC നട്ടത്തിലാന്നല്ല പറയേണ്ടത്. പിന്നെ KSRTC കാരണം ഞങ്ങളെ പോലെ പാവപ്പെട്ട യാത്രക്കാർ കട്ടത്തിലായത് വേണം പറയാൻ. കോമഡി ഉത്സവത്തിൽ ഇനി അടുത്തത് വൈറൽ വീഡിയോ സെഗ്മെന്റ്. ഇനി വരാൻ പോകുന്നത് ഒരു ഡാൻസ് കമ്പനിയാണ്. നമ്മൾ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. സ്കോർപിയൻ ഡാൻസ് കമ്പനി ഫ്രം കണ്ണൂർ. 11 പുലിക്കുട്ടികളെ ഇറക്കിയിരിക്കുകയാണ് സ്കോർപിയൻ ഡാൻസ് കമ്പനി. ഇതാണ് ഇവിടെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആക്ട് ആണ് കാണാൻ പോകുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബാക്കി ഇനി കണ്ടിട്ട് പറയാം അല്ലേ? ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിട്ട് കളിക്കും കേട്ടോ.
മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ്. എല്ലാവരും ഇതേ 3 ലെവൽ ഓഫ് ഫ്ലെക്സിബിലിറ്റിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് അതിന് എന്തായാലും തീർച്ചയായും മാഷിനും കൂടി വലിയൊരു ഇത് പറഞ്ഞേ പറ്റുള്ളൂ. നിങ്ങൾ എത്ര വർഷമായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്? വർഷമാണ്. അപ്പോൾ നമുക്ക് എന്തായാലും മാഷിനെ വിളിക്കാം. നമ്മളിവിടെ നേരത്തെ ജൂനിയർ ടീമിനെ കൊണ്ടുവന്നിട്ടുണ്ട് വിഭീഷ്. അതായത് ഒരു ഇച്ചിരി സീനിയർ ടീമിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിഭീഷിനെ ഒന്നിങ്ങോട്ട് സ്വാഗതം ചെയ്യട്ടെ. ലെറ്റ്സ് വെൽക്കം വിഭീഷ്. എല്ലാവരും സർട്ടൻ ലെവൽ ഓഫ് ഫ്ലെക്സിബിലിറ്റി ഉള്ള ആൾക്കാരാണ്. എല്ലാവരുടെയും ബാലൻസ് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും കണ്ട് കോർ സ്ട്രെങ്ത് വേണമല്ലോ ഇങ്ങനെ ബാലൻസ് ചെയ്യണമെങ്കിൽ. അതൊക്കെ എങ്ങനെ നിങ്ങൾ ചെയ്തു എന്നുള്ള എത്ര വർഷം എടുത്തു അവരെ ട്രെയിൻ ചെയ്യാനായിട്ട്? നല്ല സീനിയർ ആയിട്ടുള്ള കുട്ടികളുണ്ട്, പിന്നെ ഒരു 3 വർഷമായിട്ടുള്ളുണ്ട്, 9 വർഷമായിട്ടുള്ളുണ്ട്. പക്ഷെ എന്നാലും എല്ലാവരും അതേ ലെവലിൽ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ ഒന്ന് ആദ്യം പേര് പറഞ്ഞ് പരിചയപ്പെട്ടിട്ട് പോലെ ചേട്ടാ. അനന്തിത, ശിവനന്ദ, നിരഞ്ജന, പ്രിൻഷ, അപർണ, വൈഗ, നിവേദിത, അലീന, അനഘ. എല്ലാവർക്കും ഒരു കഴി. ഈ 11 പേരും കൂടി വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ പവർ നമുക്ക് ഫീൽ ചെയ്തു. ആരെ ശ്രദ്ധിക്കണം, ആരെ നോക്കണം എന്നുള്ളൊരു പെർഫോമൻസ്. കാരണം ഇതൊരു ഡാൻസ് അല്ല, ഇതൊരു ആക്രോബാറ്റിക് പെർഫോമൻസ് ആണിത്. ഇതിൽ ഞാൻ ആൺകുട്ടികളെ മാത്രമേ സാധാരണ കണ്ടിട്ടുള്ളൂ. പെൺകുട്ടികൾ ആക്രോബാറ്റിക് ചെയ്യുന്നത് കേരളത്തിൽ, ഇപ്പൊ പുറത്ത് ആഫ്രിക്കയിലൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ട് കാണുന്നുണ്ട്. അതും ഈ പ്രായത്തിലുള്ള കുട്ടികൾ, റിസ്ക് ഫാക്ടറാണത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് ഒരിക്കലും വിടരുത്. ഇത് ജീവിതചര്യയാക്കുക, ജീവിതത്തിന്റെ ഒരു പീരീഡ് ആക്കി മാറ്റുക എല്ലാ ദിവസവും. കാരണം ഇത് നിങ്ങൾ ലൈഫ് ലോങ് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. 11 പേരും പൊളിച്ചടിക്കുക കേട്ടോ. ഗംഭീരമായിരുന്നു, അടിപൊളി എന്ന് പറഞ്ഞാൽ പറന്ന് നിൽക്കുകയായിരുന്നു 11 പേരും. പിന്നെ മാഷിനെ പോലുള്ളവർ, ഇവിടെ വരുന്ന ഓരോ അധ്യാപകരെ സംബന്ധിച്ചോളം അവരെടുക്കുന്ന എഫേർട്ട് നമുക്കത് തുറന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അവർ കുട്ടികളെ പരിശീലിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഡാൻസ് ചെയ്യുമ്പോൾ ആ സ്കൂളിനും ആ നാടിനും ആ കുടുംബത്തിലെ എല്ലാവർക്കും സന്തോഷം തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാഷിനെ കിട്ടുക, അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളും നിർബന്ധമാക്കി പഠിപ്പിക്കണം എന്നൊരു റിക്വസ്റ്റ് കൂടി നമ്മൾ പറയുകയാണ്. കാര്യം കുട്ടികളിൽ ഇത്തരത്തിലുള്ള ഒരു സന്തോഷം, ഒരു മൈൻഡ് പവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാര്യം നമ്മൾ എപ്പോഴും പഠിക്കുക, A+ മേടിക്കുക മാത്രമല്ലല്ലോ, നമ്മൾ ഇതിലുമൊക്കെ ഒരു A+ ഒക്കെ നേടി നമുക്ക് മനസ്സിലെപ്പോഴും സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യേണ്ട ആൾക്കാരാണ് നിങ്ങളെല്ലാം. പക്ഷേ അപ്പോൾ ഇപ്പോൾ നമ്മളെന്തായി, ജൂനിയറിൽ നിന്ന് സീനിയർ എത്തിയ ഇതിലും മുകളിൽ സീനിയേഴ്സ് ഉണ്ടല്ലേ? ഇവരെ നടുക്കുള്ള ടീമുണ്ട്. നടുക്കുള്ള ടീം പ്രീ സീനിയേഴ്സ്. പക്ഷേ അതുപോലെ തന്നെ സൂപ്പർ സീനിയേഴ്സ് ഇല്ലേ, അമ്മമാരുടെ ടീമില്ലേ? അമ്മമാരുടെ ടീമുണ്ട്. അപ്പൊ ഇനി അവരെ ഇറക്കാണ്ട് ഇവിടെ അല്ലേ? ഇപ്പൊ എല്ലാരും പറഞ്ഞിട്ടുള്ളത് വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ സ്കോർപിയൻസ് ഇനിയും വരട്ടെ കേട്ടോ. ആൻഡ് അമേസിംഗ് ജോബ് കേട്ടോ. എല്ലാവരും ഇതേ രീതിയിൽ മുന്നോട്ട് തന്നെ പൊക്കോളൂ. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് മക്കളെ. ആലുവ, അങ്കമാലി, ചാലക്കുടി വഴി തൃശ്ശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന ബസ് എടുത്തോണ്ട് പോണ്. എടാ കണ്ടക്ടർ കയറിയില്ലടാ, കൊണ്ടുപോവല്ലേടാ.
ഏതെങ്കിലും വാക്കിന് വോട്ട് അല്ല പിന്നെ എന്താ പ്രശ്നം? എന്റെ പൊന്നു സാറേ, ഞങ്ങൾക്ക് ഇന്നൊരു ബാല ഉണ്ടായിരുന്നു. അത് പൊളിഞ്ഞ് ബാല പൊളിഞ്ഞു. കമ്മിറ്റിക്കാർക്ക് എന്നെ തല്ലണം ചെറിയൊരു ആഗ്രഹം. ഇപ്പൊ ഇവരെന്നെ അടിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ നമ്മുടെ പരിപാടി വണ്ടിക്കകത്ത് ഇങ്ങനെ തലയിട്ട് നോക്കിയതാ. േടാ അപ്പൊ ഒരു മിന്നൽ വന്നിട്ട് രാവണന്റെ 5 തലയെടുത്തു അങ്ങ് പൊക്കളഞ്ഞ്. ഈ 5 തലയില്ലാതെ എനിക്ക് നാളെ ബാല കളിക്കാൻ പറ്റുമോ? എവരെയും കൊണ്ട് ഞാൻ ഈ നാടായ നാട് മൊത്തം കറങ്ങുവണ്ണ. എന്റെ ആട്ടോടെ പെട്രോൾ തീരാറായി. അണ്ണാ ഈ കണാകുണ പാലസ് എവിടെയാണ്? അവിടെ എന്തോന്ന് കണാകുണ പാലസ്? കണാകുണ പാലസ് എനിക്കൊന്നും വട്ടാടാ. അവരാണ് പറഞ്ഞത്. ഞാൻ കുറെ നേരം കൊണ്ട് തപ്പി നടക്കും. അത് ചോദിച്ചു നോക്ക്. ഞാൻ ചോദിക്കാം. എക്സ്ക്യൂസ് മീ മാഡം, വാട്ട് യു വാണ്ട്? I want to go to Kanakuna Palace. കണാകുണ പാലസ് അല്ല, വൺ മോർ ടൈം. Kanakuna Palace. കണാകുണ പാലസ്. Yeah. പാലസ് എന്ന് പറഞ്ഞാൽ കൊട്ടാരം. ഐ വാണ്ട്സ് ടു ഗോ ടു കണാകുണ പാലസ്. കണാകുണ കൊട്ടാരം. കനകുന്ന കൊട്ടാരം. കനകുന്ന കൊട്ടാരം. Yes. Kanakuna Palace. എന്റെ ദൈവമേ, ഇതിനു വേണ്ടിയാണ് ഈ നാടായ നാട് മൊത്തം എന്നെ കൊണ്ടിട്ട് കറക്കിയത്. എന്റെ പെട്രോളും തീർത്ത്. കനകുന്ന കൊട്ടാരം ഇല്ലേ? കാണിച്ചു തരാം. നടന്നോ? അല്ലെ നിങ്ങളെ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ. അറിയാം, എനിക്കറിയാം. ബാല ആർട്ടിസ്റ്റാണ് കൊപ്പം ബാബു. അത് പറ. ഞങ്ങളാ വീടിന്റെ അടുത്ത് മെനഞ്ഞാന്ന് പരിപാടി ഉണ്ടായിരുന്നു. പാപ്പനംകോട്. അയ്യോ പൊക്കളല്ലേ, ഞാൻ ഇവരെ കൊണ്ടാക്കിയിട്ട് ഇപ്പൊ വരാം. പോവല്ലേ, കാണണം. അനിയഞ്ഞു വന്നേ. വോട്ട് വരുമ്പോ ആളെ കൂട്ടണ്ട, ഒറ്റയ്ക്ക് വന്നാ മതി. എനിക്ക് വയ്യ തല്ലി കൊള്ളായി. വരാൻ കേട്ടോ, പോവല്ലേ. അവന്റെ പോക്കനിട്ട് മിക്കവാറും അവൻ ആളെയും കൂട്ടി തന്നെ വരും. ഉറപ്പാ. അപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞൂടെയുള്ള വകയൊക്കെ ഇതിൽ നിന്ന് കിട്ടും അല്ലേ? ഉണ്ടോന്ന് സീസൺ ആയി കഴിഞ്ഞ വിളിയോട് വിളിയല്ലേ. ഒരു ദിവസം ഞാനാ ഫോൺ എടുത്തത്, എന്തോ വിളിയായിരുന്നു അറിയോ? എന്റെ പൊന്നോ, എന്റെ കർണപടാ പൊട്ടി. സാറേ, ഇവിടെ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ഒരു താക്കോല് തരാമോ? എന്തിന്? ഇവന്റെ നെഞ്ചത്തോടെ കയറ്റാൻ. ഇനി ഒരു അക്ഷരം നീ ഇവിടെ നിന്ന് മിണ്ടിയാൽ. നീ വന്നേ, ഉള്ള കാര്യം ഞാൻ പറയാം. ഈ ബാല തുടങ്ങിയത് പിന്നെ ഈ കൃഷ്ണമണി ഒഴിച്ച് ബാക്കി എല്ലാം വെപ്പാ. എനിക്ക് വയ്യ തല്ലുകൊള്ളായി. നാടായ നാട് മൊത്തം ഞാൻ നടന്ന് ഉള്ള കടയെല്ലാം കുത്തി തുറന്ന് അവിടെ പക്കാവട മേടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഏത് വടയെന്നും ചോദ്യം കുറെ നേരം എന്നെ അടുത്ത് വട എന്ന് പറയുന്നത്. പരിപ്പ് വടയാണോ, ഉഴുന്ന് വടയാണോ, ഉള്ളി വടയാണോ ചോദ്യം. ഇതൊരു കഷ്ടമായല്ലേ. എനിക്ക് ഭാഷ അറിഞ്ഞു കൊടുത്തല്ലോ അണ്ണൻ ചോദ്യം. ഞാൻ ചോദിക്കാം, അങ്ങോട്ട് മാറിയില്ലേ പക്കാവട. എക്സ്ക്യൂസ് മീ മാഡം. Yes. വാട്ട് യു വാണ്ട്? I want to go to Parakada. One more. I want to go to Parakada. Want to go to. ഏതാ വട? എടാ ഉഴുന്നോടെയും പക്കാവടയും പരിപ്പോടെയൊന്നും അല്ല. എടാ അവർക്ക് പേരൂർക്കട പോണോന്ന്. പേരൂർക്കട. Yeah. എന്റെ ദൈവമേ, അതിനു വേണ്ടിയാണ് എന്നെ കടയെല്ലാം കുത്തി തുറപ്പിച്ചത്. എന്റെ വണ്ടിയിലെ പെട്രോൾ തീർക്കാനായിട്ട്. എന്നാ തിന്നോ, പിടി. അവിടെ നെല്ല് പോവാം. കേട്ടോ, ആഹാരം തന്നതിന് ശേഷം കൊല്ലത്തോളൂ. Who are these people? അതെ ചോദിക്കണ ഇത് ആരൊക്കെയാണെന്ന്. What? Ballet is music, dance and drama performing in the stage. Musical drama? Musical drama. Oh, okay, dance drama. Dance drama. Okay. I want to see this. I want to see now. ഇതാണ് പറയട്ടെ. എടാ അവർക്ക് ഇപ്പൊ ഈ ബാലെ കാണണമെന്ന്. ബാലെ കാണണമെന്ന്. അണ്ണാ രക്ഷപ്പെട്ട് പൈസ അടിക്കാം. ഇങ്ങനെ പൈസ അടിക്കാന്ന്. എടാ അത് മോശമല്ലേ? എന്തോന്ന് മോശം? ഇന്നലെ കഥകളി കാണുമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കൂട്ട വെച്ച് കെട്ടിയിട്ട് കിടന്ന് ആടിയതാണ്. 2000 ഞാൻ അടിച്ചെടുത്തത്. പിന്നെ നല്ല വേണോടാ. 2000 നിങ്ങൾക്ക് തരാം. 2000 നിങ്ങൾക്ക് തരാം. റെഡി ടു പെർഫോം. 5000 എത്ര ഇംഗ്ലീഷിൽ പറയുന്നത്? 5000 rupees ബാലെ. Okay. Just wait. Okay. 5000. Okay, 5000. താങ്ക് യു. 2000 പിടി. അണ്ണാ കൂടെ വന്നോണം. കൂടെ ഇതുപോലെ ഇനി അടിച്ചെടുക്കാം. അതെ, നിങ്ങളെ സമയം തെളിഞ്ഞ് മദാമ്മയ്ക്ക് ബാലെ കാണണമെന്ന്. അല്ല, ഇവർക്ക് ഈ ബാല കണ്ട് ഇഷ്ടപ്പെട്ടാലേ പിന്നെ നിങ്ങളെ സമയം തെളിഞ്ഞ് ഇവര് നിങ്ങളെ വിദേശത്തുണ്ടോ, ലണ്ടനിൽ പരിപാടിക്ക്. സംഭവം പൈസ വല്ലതും കിട്ടുന്ന പരിപാടിയാണ്. വിദേശത്ത് പോലെ അവിടെ കാണാൻ ചാടി രക്ഷപ്പെടാൻ എനിക്ക് ഇടികൊള്ളാൻ വയ്യ. നമ്മുടെ മലയാളം ബാലയല്ലടാ, അവർക്ക് അങ്ങനെ മനസ്സിലാവും. അത് കുഴപ്പമില്ല. അല്ല, പുള്ളി അത് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുത്തോളൂ. അപ്പൊ ഓക്കെ. ഹലോ പ്രിയമുള്ളവരെ, തിരുവനന്തപുരം ദുർബല തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന പുരാണ ബാലെ ആരംഭിക്കുകയായി. ഇംഗ്ലീഷിൽ ആരവിടെ? ആരുമില്ല ഈ കൊട്ടാരത്തിൽ. അയൽ രാജ്യത്തെ രാജാവിനെ യുദ്ധത്തിന് ക്ഷണിച്ചിരിക്കുന്നു. Neighbor king invite me to fight. Oh, you mean war? War. Okay. എവിടെ കൊട്ടാര നിർത്തികൾ? Where is the palace dancer? Prabhu. The king.
തുടങ്ങട്ടെ, നിർത്താം. ലെറ്റ്സ് പ്ലേ ദ ഡാൻസ്. Dance. Yeah. Wow. Wow, fantastic. I'm very excited. I like this dance and extraordinary steps, you know. I'm very happy. ഇല്ല, അവർക്ക് ഇഷ്ടപ്പെട്ടെന്ന് അടുത്ത കളിയിടാൻ രാവണ രാജ രാവണ നീക്കം വാഴുന്ന രാവണ പ്രഭു അങ്ങേ മുഖം കാണിക്കാൻ അങ്ങയുടെ പൊന്നോമന പുത്രനായ ഇന്ദ്രജിത്ത് വന്നിരിക്കുന്നു. പറഞ്ഞുകൊടു. വായ്മളം നിൽക്കാതെ പറഞ്ഞോളണം. അത് എന്തോന്ന് ഇപ്പൊ പറഞ്ഞത് ഇത്ര നീളമുള്ള ഡയലോഗ് ആര് പറയാ? 2000 രൂപ മേടിച്ച ലൂവാ. പറഞ്ഞുകൊടു. ഓടനാവട്ടം പുത്തൂര് കൊട്ടാരക്കര കൊല്ലം വഴി പോകുന്ന കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യുന്നു. അതിനകത്ത് 2 മണിക്കാ. കൊന്നാലും ഞാൻ മറ്റത് പറയൂല. Finish. Okay. I'm very happy, and this is a small gift for you. ശരി സാർ. ശരി. ബസ് വന്നാ? ഇല്ലല്ലോ, ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു മിനിറ്റ് സാർ. അതെ, നിങ്ങളുടെ തല ഏത് ബസ്സിലാ പോയെന്ന് പറഞ്ഞാ? മിന്നൽ ബസ്സിൽ. മിന്നൽ ബസ്സിന്റെ ഫ്രണ്ടിൽ കുടുങ്ങി കിടക്കയില്ലേ? അതെ. എന്താ ഒരു പ്രശ്നമുണ്ട്. ആ തലകൾ കണ്ടുകൊണ്ട് 2 പിള്ളേർ അതെടുക്കാൻ വേണ്ടി അടുകൂടി. അത് കണ്ടുകൊണ്ട് അവരുടെ 2 അച്ഛന്മാരും പരസ്പരം അടുകൂടി. അപ്പൊ അതിൽ ഒരു കുട്ടിയുടെ അച്ഛൻ മറ്റേ കുട്ടിയുടെ അമ്മയെ പിടിച്ച് തള്ളി. അവർ ചെന്ന് വേറൊരുത്തന്റെ പുറത്തോടെ വീണ്. അപ്പൊ കണ്ടിരുന്നവർ പറഞ്ഞ അത് അവിഹിതമാണെന്ന്. അപ്പൊ മറ്റവര് പറഞ്ഞ അതല്ല അവിഹിതം, എവിടെയാണ് അവിഹിതം. അങ്ങനെ 2 ചേരിയായി. നാട്ടുകാരെല്ലാം 2 സൈഡിലായി. അവർ ബസ് കത്തിക്കും, ആ നാടും ഇന്ന് കത്തിക്കും. ആശാനെ, അപ്പൊ നമ്മളെ എവിടെയും ചെന്ന് ബാലെ കളിക്കണ്ട. ആശാന്റെ ഒരു ഒറ്റ പ്രോപ്പർട്ടി മതി ഒരു നാട് നിന്ന് കത്താൻ. ഓടിക്കോടാ. ഹലോ കിറ്റിനുള്ള സമയം സെറ്റ് ചെയ്ത് വെച്ചേക്കാ. റോപ്പ് ഡാൻസ് വേറെ, റോപ്പ് ആക്ടൊക്കെ വേറെ. റോപ്പ് ഡാൻസ്? ഞാൻ റോപ്പ് ഡാൻസ് ഒന്നും വന്നല്ല. നിങ്ങൾ സ്കിറ്റ് കളിക്കോ എന്തോലും ചെയ്യും. എനിക്കെന്നാ ഇവിടെ എന്തോ ചെയ്യുമ്പോൾ പിന്നെ കയറും കൊണ്ട് ഇവിടെ ഊഞ്ഞാല് കെട്ടി ആടാൻ പോവാ. വരുന്നോ? അത് ഓണത്തിന്റെ പരിപാടി, ഇപ്പോഴല്ല. എന്താ ഓണത്തിനെ ഊഞ്ഞാലാണാൻ പറ്റത്തുള്ളൂ? ക്രിസ്മസിന് ഊഞ്ഞാലിട്ട് ആടത്തില്ലയോ? ഇന്നലെ സുഭാഷ് പാർക്ക് പിള്ളേരുടെ ഊഞ്ഞാലിനകത്ത് ആടുന്ന കണ്ടില്ല. അതിന് കുഴപ്പമില്ലയോ? ഞാനല്ല, പുള്ളിയായിരുന്നു. അല്ലല്ല, രൂപം കണ്ട എനിക്ക് തിരിച്ചറിയാം കേട്ടോ. ഹലോ മിസ്റ്റർ, ഞാനിവിടെ തൂങ്ങിച്ചാവാൻ വന്നോ? അയ്യോ, എന്തിനാന്നോ? ഇന്നലെ എന്റെ കല്യാണം കഴിഞ്ഞു. അയ്യോ, കല്യാണത്തിന് അടുത്ത ദിവസം തന്നെ പെണ്ണ് ഉണങ്ങി പോയി കാണൂലേ? പെണ്ണ് പിണങ്ങി? നിങ്ങൾ ഒരുത്തൻ കാരണമാണ് പെണ്ണ് പിണങ്ങിപ്പോയത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കെട്ടിത്തൂക്കി ചാവാൻ വന്നത്. നമ്മളൊരാളോ? നിങ്ങളൊരാൾ. എന്താണ് പറയണത്? നമ്മുടെ ആരാണ് അങ്ങനെ ചെയ്യുക? ആയിരിക്കുന്ന കലാഭവൻ പ്രചോദ കാരണമാണ് എന്റെ പെണ്ണ് പിണങ്ങിപ്പോയത്. ഞാനോ? ഞാൻ കാരണം പെണ്ണ് പിണങ്ങിപ്പോയത്. സംഭവം ഞാൻ പറഞ്ഞുതരാം. മാടമ്പള്ളിലുള്ള ഓറൻകുട്ടനെ അറിയാവോ? മാടപ്പള്ളി അല്ല, ഓമനക്കുട്ടനെ അറിയാവോ? അറിയാം. ആ ഓമനക്കുട്ടൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് പന്തളത്തുള്ള പ്രേംജിയുടെ കല്യാണത്തിന്റെ അടുക്കള കാണൽ ചടങ്ങിന് ഒരു ആശംസാ വീഡിയോ ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്തോ? അടുക്കള ചടങ്ങിനൊക്കെ ഇട്ട് കൊടുത്തില്ലേ? പന്തളത്തുള്ള ഹതഭാഗ്യനായ പ്രേംജിയാണ് ഞാൻ. അറിയാമോ? നിങ്ങളുടെ ആശംസാ വീഡിയോ കാണാനായിട്ടാണ് ഇന്ന് രാവിലെ എന്റെ പെണ്ണും വീട്ടുകാർ വീട്ടിലോട്ട് വന്നത്. നിങ്ങളുടെ ബിറ്റ് കാണാനെ കൊണ്ട് ഞാനിവിടെ പ്രൊജക്ടർ എടുത്തു വെച്ചോ. അല്ല, നിങ്ങളുടെ ആശംസ ബൈറ്റ് കാണാനെ കൊണ്ട് പ്രൊജക്ടർ ഞാൻ അവിടെ എടുത്തു വെച്ചു. പെണ്ണെന്നോട് പിണങ്ങി പ്രചോദിന്റെ ആശംസ നീ കള്ളത്തരം പറഞ്ഞാന്ന് പറഞ്ഞ അവൾ പോയി. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് നഷ്ടപരിഹാരം തരണം. എന്നിട്ട് എനിക്ക് വേറെ പെണ്ണ് കെട്ടണം. ഇല്ലെങ്കിൽ ഞാനിവിടെ കെട്ടി തൂങ്ങിച്ചാണ്. നഷ്ടപരിഹാരം തരേണ്ട ആവശ്യമില്ല. കളിയെടുക്കരുത്. എന്റെ മാമൻ ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ നിങ്ങളുടെ ഇന്ന് പുഷ്പം പാള് നഷ്ടപരിഹാരം വാങ്ങിച്ചെടുക്കും. എന്റെ മാമൻ പേര് കേട്ട ഗുണ്ടയാ, ചാവക്കാട് ബേബി. അല്ല, ഏത് ഗുണ്ട വന്നാലും ഞാൻ നഷ്ടപരിഹാരത്തില്ല. എന്റെ മാമൻ എന്ന് പറഞ്ഞാലേ കാല് മടക്കി അടിക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റ് അറിയാമോ? എന്ത് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും ഈ നഷ്ടപരിഹാരം ഞാൻ തരത്തില്ല. പൈസ തരത്തില്ല. വരുന്ന ഭവിഷ്യത്ത് ഏറ്റെടുക്കാൻ തയ്യാറാണ് നിങ്ങൾ? എന്തെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ വിളിക്കും മാമനെ. വിളിച്ചു മാമാ 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 മാമാ. എന്റെ മാമന്റെ തൊഴിയുടെ പവർ കേട്ടോ നിങ്ങള്. മര്യാദക്ക് പൈസ തന്നോണം. കാലിന് വല്ലതും പറ്റിയ മാമ? എന്റെ കാലിന് വല്ലതും പറ്റണ ഇച്ചിരി പുളിക്കണം. നീ എന്നെ വിളിച്ച കാര്യം പറ കൊച്ചനെ. ആരാടാ ആ കുടത്തിനകത്ത് കരിങ്കല്ല് പിടിച്ചു വെച്ചേക്കുന്നത്? അമ്മ ഇങ്ങോട്ട് വന്നേ.
ഞാനിവിടെ ആദ്യം ഒറ്റയ്ക്ക് നിന്ന് പുഴുത്തത് കണ്ടില്ലേ? നിങ്ങൾ എന്റെ കൂടെ വരണ്ട. നിങ്ങൾ സമയത്തിന് വിളിച്ചാൽ വരാത്ത എന്തെങ്കിലും എന്ന് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളില്ലേ? ഞാൻ ഏറ്റെടുത്ത ദൗത്യമൊക്കെ പൂർത്തിയാക്കാതെ എനിക്ക് വരാൻ നോക്കൂ. രാവിലെ ചോറ് വെക്കുക, അമ്മായിയുടെ മുണ്ടും തുണി അലക്കി ഇടുക, മുറ്റം തൂത്ത് വരും. ഇതൊക്കെ അല്ലേ അമ്മാവിന്റെ ദൗത്യം? അപ്പൊ പിന്നെ ആ 2 ഇളയ പിള്ളേരെ കാലെ വെച്ച് ആരപ്പിടിക്കും? എന്നിട്ട് സ്കൂളിൽ കൊണ്ടുവരണോ? അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുന്നത്. ഈ ഇരിക്കുന്ന 3 പേരെ എനിക്കറിയാം. അപ്പൊ ഇവർ ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ഏതൊക്കെ കോമഡി പരിപാടിയാണ് ചെയ്യുന്നതെന്നും നാളും പേര് ഉൾപ്പെടെ ഫുള്ള് ഡീറ്റെയിൽസ് എനിക്കറിയാം. മനസ്സിലായോ? മനസ്സിലായി. ആരാ ബീഡി കൊടുക്കാത്ത? ആരാ ഇത്? എന്റെ ചെറുക്കൻ ഒരു ബീഡി ചോദിച്ചിട്ട് ആരെയും കൊടുക്കാത്ത ആരാന്ന് പറയാം. അല്ല, ഒരു ബീഡിയല്ലേ അവൻ ചോദിച്ചാൽ? വേറെ ഒന്നും ചോദിച്ചല്ലോ. വീട്ടിൽ ബീഡി ചോദിച്ചിട്ട് ബീഡി നീ ഇല്ലേ പറഞ്ഞ അത്യാവശ്യമായിട്ട് പറഞ്ഞ ബീഡി തന്നില്ലെന്നു. ബീഡി എന്നാണോ ഞാൻ പറഞ്ഞത്? പിന്നെ എന്റെ കല്യാണത്തിന്റെ അടുക്കള ചടങ്ങിന് വീഡിയോ തന്നില്ലെന്നാ പറഞ്ഞത്. വീഡിയോ ആയിരുന്നു. കുഴപ്പമില്ല, ഇവരെല്ലാം എനിക്കറിയാം. ഞാൻ ഈ കൂട്ടത്തിൽ ആരാണ് നിനക്ക് തരാത്ത മറ്റേ സാധനം? കലാപം പ്രചോദ് ആണോ? പുള്ളിയാ വീഡിയോ തരാത്തെ. പിടിച്ചോളാം ഞാൻ. അപ്പൊ കിട്ടേ മിസ്റ്റർ കലാഭവൻ പ്രചോദ്. ഞാനല്ല അത് മിഥുന. മറ്റേയാണോ? ഞാൻ പിടിച്ചോളാം. മിസ്റ്റർ കലാഭവൻ പ്രചോദ്. അത് ടിനിട്ടോ ആണോ? മൊത്തം പൊളിഞ്ഞു വന്നില്ല. ഇനി ഞാൻ പിടിച്ചോളാം. എനിക്കറിയാം. ഇതിലേതെങ്കിലും തൊടാവോ? അപ്പൊ നിങ്ങളാണ് കലാപൂർവ്വം പ്രചോദ്. ഉറപ്പാണ്. മര്യാദയ്ക്ക് എന്റെ ചെറുക്കൻ നഷ്ടപരിഹാരം കൊടുക്കും. അല്ല, അവനൊരു വീഡിയോ ഇട്ട് കൊടുക്കാൻ പറഞ്ഞത് അത് ചെയ്ത് കൊടുക്കാതെ പിന്നെ മോശം പരിപാടിയല്ലേ ഇത്? തിരക്കല്ല, അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റൂ? എന്നാ നിനക്ക് സദാ സമയം വീട്ടിൽ ഇരുന്ന് തിരക്കാന്ന് പറഞ്ഞാൽ മതി. 10 ലക്ഷം രൂപ ഒന്നും ഇല്ലല്ലോ ചോദിച്ചാൽ അവന് വീഡിയോ അല്ലേ ഇട്ട് കൊടുത്തത്? അടുക്കള കാഴ്ചക്ക് നമ്മളങ്ങനെ മര്യാദയ്ക്ക് ആ നഷ്ടപരിഹാരം കൊടുക്കാൻ നോക്ക്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എപ്പ പൈസ കൊടുക്കാൻ പറ്റുമെന്ന് പറ. ഞാൻ കൊടുക്കാം. എനിക്ക് കൊടുക്കാം. വേഗം പറ. തുണിയും കഴുകിയിട്ടേച്ച് ബാപ്പായ്ക്ക് അടുത്ത വിമാനത്തിൽ കയറി ദുബായിക്ക് പോകണ. കൊച്ചി പഴയ കൊച്ചിയിലെന്ന് എനിക്കറിയാം. പക്ഷെ മാമൻ പഴയ മാമൻ തന്നെ കഴുത്തിൽ കുത്തി പിടിച്ച് പൈസ വാങ്ങി. ഞാൻ പുതിയ റബ്ബർ ചെരുപ്പാൻ നോക്കുന്നില്ല. നിനക്ക് ഇത് എന്തിന്റെ കേടാ? മാമൻ സിനിമ ഡയലോഗ് പറഞ്ഞു കളിക്കുവാന്ന് ഇവിടെ. പിന്നെ നീ ഇവിടെ ഡയലോഗ് അടിക്കാൻ നീ ഒരു കാര്യം, ഞാൻ ജംഗ്ഷനിലോട്ട് ചെല്ലേ. ആ ജംഗ്ഷനിൽ ചെന്ന് 10 ആളെ കൂട്ട്. എന്നിട്ട് എന്റെ 3ാമത്തെ പെക്കിൽ ഐസ് ക്യൂബ് വീഴുന്നതിന് മുമ്പ് ആ പുള്ളി പൈസ കൊണ്ട് അവിടെ ഞാൻ കാണിച്ചു തരല്ലേ. എന്റെ പൊന്ന് പ്രചോദേട്ടാ, 3 ചുമ്മാ പറയുക. 2 അടിക്കുമ്പോഴേ മറിയുന്നവനാ. 3 അടിച്ചാൽ 30 ദിവസം കഴിഞ്ഞാൽ കണ്ണുറക്കെ തൊള്ളി പുള്ളി. നിനക്ക് എന്തിന്റെ കേടാണ്? നിനക്ക് വേണ്ടി പിന്നെ പൈസ വാങ്ങിച്ചു തരാൻ. നിനക്ക് എന്തോ വേണ്ടത്? എനിക്ക് കല്യാണം കഴിക്കണം. അല്ലെന്ന് ഈ നഷ്ടപരിഹാരം വാങ്ങിച്ചിട്ട് എനിക്ക് വേറെ പെണ്ണ് കെട്ടണം. അതിനിപ്പോ ഞാൻ എന്തോ ചെയ്യാനാ? നിങ്ങൾ ഇവിടെ തല കുത്തി നിൽക്കണം. പറയണ്ടേ? ഞാനറിയാം. പിന്നെ ഞാൻ ഈ തലകുത്തി വയ്ക്കുമ്പോൾ ഒരു സഹായം ചെയ്യണം. മുണ്ടെങ്ങനെ താഴോട്ടായി പോയി ഒന്ന് പിടിച്ചിട്ടോണം പെണ്ണുങ്ങളൊക്കെ ഇരിക്കണം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ ജീവിതം വെച്ചാ നിങ്ങൾ കളിക്കുന്നത് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം ഉത്സവപ്പറമ്പിൽ നിന്ന് പഠിക്കുന്നത് ഇങ്ങനെ ഉരുട്ടി വിടുമ്പോൾ തല്ലിപ്പോണ കാറാണല്ലോ, കളിപ്പാട്ടക്കാർ. അല്ല, പുള്ളി ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ മാമന്റെ വില നിങ്ങൾക്ക് അറിയണമെങ്കിൽ ചമ്പക്കര മാർക്കിലോട്ട് വന്നൊന്ന് തിരക്കി നോക്ക്. ആണല്ലേ? ചമ്പക്കര മാർക്കറ്റ് പോയി വില ചോദിക്കാനേ ഞാൻ നിന്റെ മാമനാ, അല്ലാതെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചൂരമീനല്ല. അമ്മാവനെ ചമ്പക്കര മാർക്കറ്റിലോട്ട് ഇങ്ങനെ നിന്ന് കൈ നീട്ടിയാലുണ്ടല്ലോ, കൈ നിറച്ചും പൈസയാ. കണ്ടോ ഇവൻ വന്ന് കയറിയപ്പോ ആദ്യം എന്നെ ചൂരമീനാക്കി, ഇപ്പൊ എന്നെ ഭിക്ഷക്കാരനാക്കുന്നുണ്ടോ? യാതൊക്കെ മേഖലയാണെന്ന്. അമ്മാവൻ ചട്ടമ്പിയാന്ന് പറഞ്ഞല്ലേ? ചട്ടമ്പി എന്ന് പറയരുത്. പിന്നെ ചട്ടമ്പി ഇട്ടാ കേട്ടാ എനിക്ക് പേടിയാ. എനിക്ക് നേരത്തെ ഒരു കുണ്ട ചട്ടം പിടിപ്പിച്ച് എന്നെ ചന്തയ്ക്ക് വെച്ച് അത് കഴിഞ്ഞ് ചട്ടക്കത്തിന്റെ ഇട്ടായും ചട്ടമ്പി ഇട്ടായും കേട്ടാ എനിക്ക് പേടിയാണ്. പിന്നെ എന്താ പറയണം? ഗുണ്ട എന്ന് പറഞ്ഞാൽ മതി. എന്റെ അമ്മാവൻ ഗുണ്ട. അമ്മാവന്റെ ഗുണ്ട. ആളെ വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായാലും തോന്നുന്നു. പുതിയ ആളായോണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. നിന്നു ഇപ്പൊ കാണിച്ചു ചെറുക്കനെ എവിടെ ആളെ വേണ്ടത്ര മനസ്സിലാകാത്തോണ്ടാ. പുതിയ ആളായോണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ഇവനിത് ഉഴുതോണ്ടിരുന്ന കാളെ കണ്ടില്ലെന്ന് പറഞ്ഞ ഇവിടെ കൊച്ചനേടോ. ആരാ മാമ? ആരാ നോക്കുന്നത്? നീ എത്ര അപ്പുറം ആളെ വേണ്ടത്ര മനസ്സിലാകാത്തോണ്ടാ. പുതിയ ആളായോണ്ടാ. ഇവിടെ ചോദിച്ചാ മതി. പറയടാ, ഇതെന്റെ അമ്മാവൻ പെരുകേട്ട ഗുണ്ടയാ. ബേബിക്കാട് ചാവി എന്ന് പറഞ്ഞാൽ കിട്ടും. ചാവക്കാട് ബേബി എന്ന് പറഞ്ഞാൽ പത്തനാപുരം കിട്ടും. മലപ്പുറം കത്തി ആണോ? എന്തോ വിധിയാണോ ദൈവമേ, എനിക്ക് അറിഞ്ഞൂടെ. എന്റെ പിള്ളേരും എന്റെ പെങ്ങന്മാരും എന്റെ കൊച്ചുകളും ഒക്കെ മലപ്പുറം കത്തി നശിച്ചു. ഞാന് ആളെ ഒന്ന് പൈസ മേടിച്ചോളാം. എനിക്കൊരു മരണ കേസുള്ള കൂട്ടം മലപ്പുറം കത്തി നശിച്ചടാ. ആര് പറഞ്ഞു? നീയല്ലേ പറഞ്ഞ മലപ്പുറം കത്തിന്ന്? മൂക്കിന് താഴെ ആർച്ച് വെച്ചവനെ, അങ്ങനെയാണോ പറഞ്ഞത്? ഈ കയ്യിലിരിക്കുന്ന മലപ്പുറം കത്തിയെടുത്ത് വീശി പേടിപ്പിക്കാൻ. മലപ്പുറം കത്തിയല്ലേ? പിന്നെ അമ്മ
സംഭവം ഞാൻ ഈ കത്തി മേടിക്കാൻ വേണ്ടി മലപ്പുറത്തൊരു ട്രെയിൻ പോകുമായിരുന്നേ. അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തില്ലെന്ന് പറഞ്ഞ് TT എന്നെ തൃശ്ശൂർ ഇറക്കി വിട്ട്. അങ്ങനെ ഒതുക്കത്തി തൃശ്ശൂർ ഇറങ്ങി മേടിച്ച കത്തിയ തൃശ്ശൂർ കത്തിയാണോ? അവർക്ക് ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ചിരിക്കുന്നുണ്ട്. ആണോ? അങ്ങനെ ഡൗട്ടൊന്നും അടിക്കണ്ട. ഇത് മലപ്പുറം കത്തി തന്നെ. ഇത് തൃശ്ശൂർ തന്നെ TTR ഇറക്കിയിട്ടിട്ട് അതിനെ തൃശ്ശൂർ കത്തിയൊന്നും അല്ല. അതാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? ഈ കത്തിയെ പേരടിച്ചിട്ടുണ്ട്. വായിച്ചു പറ അങ്ങോട്ട്. മെയ്ഡ് ഇൻ ചൈന. അമ്മാവനെ ചൈനയിൽ പോയി കത്തി വാങ്ങിച്ചു? ഞാൻ പോയതാ. ഞാൻ രാവിലെ ഒരു കൊക്കിന്റെ കാലത്ത് തൂങ്ങി ചൈനയിൽ പോയായിരുന്നു. അവിടെ മേടിച്ചോണ്ട് വന്നേ കേട്ടാ. വീരകൃത്യങ്ങൾ കേട്ടോ, ഇതിനെക്കാട്ടി വൻ സംഭവങ്ങൾ അമ്മാവൻ ചെയ്തിട്ടുണ്ടോ? ഇഷ്ടംപോലെ വീരകൃത്യം ഉണ്ടെന്റെ. മര്യാദയ്ക്ക് പൈസ കൊടുക്കണം. ഈ കഴിഞ്ഞ ദിവസം പിറവത്ത് ഒരു ടീമിന്റെ വീട്ടിൽ കയറി വാടകയ്ക്ക് താമസിക്കുക ഒരാൾക്ക്. എന്നിട്ട് അവിടെ ഈ കാലാവധി കഴിഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു പോകുന്നില്ല. അങ്ങനെ അവസാനം ഗുണ്ടായസോട്ട് ഞാൻ വീട് ഒഴിപ്പിക്കാൻ നേരെ അവിടെ ചെന്നു. അയ്യോടപ്പനെ ഞാൻ നേരെ വീട്ടിൽ കയറി ചെന്നത് ഉച്ച സമയമായിരുന്നു. അവിടുത്തെ അച്ചായനാണെങ്കിൽ ചിക്കൻ കറിയും കൂട്ടി ഇങ്ങനെ കുഴഞ്ഞ് ചോറടിച്ചോണ്ടിരിക്കും ആനയ്ക്ക് കൊടുക്കുന്നവന്. അപ്പൊ എന്നോട് പറയാ വന്ന കാലം ഇങ്ങനെ നിന്നാ അങ്ങനെ എനിക്ക് ചോറിനോണ്ട് പോകാന്നും പറഞ്ഞേ ചിക്കൻ കറിയും ചോറും വിളിപ്പോ ഞാൻ പിന്നെ അതുകൊണ്ടുകൊണ്ട് നേരെ ഇറങ്ങി. പക്ഷെ പിറ്റേ ദിവസം രാവിലെ ഞാൻ വീണ്ടും പോയി. എന്നിട്ട് അവിടെ ചെന്നപ്പോ ഉച്ചയായി. നേരെ വേണ്ട വീണ്ടും ചിക്കൻ കറിയും ചോറും കൂട്ടി അവർ ചോറിനോണ്ടിരിക്കും. അവനെ ചെന്നൈയിലെന്ന് ഓർത്ത് ഇച്ചിരി ചിക്കൻ കറിയായിട്ട് ഒരു പിടി പിടിച്ചിട്ട് ഞാൻ നേരെ പോന്നു. പിന്നെ ഞാൻ ഈ വീട് ഒഴിപ്പിക്കാൻ എപ്പോ അവിടെ ചെന്നോ എന്റെ തലവട്ട കണ്ട അപ്പഴേ അവിടെ ചിക്കൻ കറിയും വെക്കും ചോറും വെക്കും. ഉണ്ണിക്ക് അതിന്റെ വ്രത്തിലുണ്ടോ? അമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമ്മാവൻ വീട് കാലിയാക്കാൻ പോയതാണോ അവരുടെ ചോറുകലം കാലിയാക്കാൻ പോയതാണോ? നിനക്ക് എന്തുവാ വേണ്ടത്? അമ്മ പെട്ടെന്ന് പൈസ മേടിച്ചതാ, എന്നിട്ട് അമ്മ എന്റെ കൂടെ വീട്ടിലോട്ട് പോവാ. മര്യാദയ്ക്ക് ചെറുക്കന്റെ പൈസ കൊടുക്കും. ഞാൻ ഈ ഷേപ്പ് ഇല്ലാതെ മീച്ചം വെച്ചൊന്നും വെറുതെ അല്ല. മര്യാദയ്ക്ക് പൈസ കൊടുക്കണം. ഇല്ല, പൈസ കൊടുക്കാൻ പറ്റത്തില്ല. കൊടുക്കത്തില്ലേ? ഇല്ല. ആണോ? വിളിച്ചാണോ? ഉള്ള കാര്യം എനിക്ക് വയ്യ. ഒന്നുമില്ല, വെറുതെ കൊട കണ്ടാ ഞാൻ ഇവിടത്തില്ല ചവിട്ടിയ പൊട്ടിക്കുന്നവൻ. വെറുതെ ഒരു കാര്യം. നല്ല കാര്യം. ഇപ്പൊ ഇവിടെ നശിപ്പിക്കും പുള്ളി. ഞാൻ ഉള്ള കാര്യം പറയുക. മര്യാദയ്ക്ക് പൈസ കൊടുക്കാം. ഞാനേ എല്ലാം ഞാൻ അന്നേരെ പറഞ്ഞു നിങ്ങളോട് ഒരു മാപ്പ് പറഞ്ഞ് ഇച്ചിരി പൈസ എന്നാ തീരാന്ന് വിഷയമുള്ളൂ. പുള്ളി അകത്ത് പോയി എന്തൊക്കെ കാണിക്കുമോ ദൈവത്തിനാളെ എനിക്ക് എന്നോട് ചോദിക്കരുത്. സത്യമായിട്ടും കേട്ടോ, ഇച്ചിരി പൈസ കൂടിയെന്ന ഒരു 2-3 ലക്ഷം രൂപയുടെ കാര്യമല്ലോ നിങ്ങൾക്ക് തന്നുകൂടായിരുന്നു. അതിനേക്കാളൊക്കെ പരിപാടിയില്ല. അത് ശരി. അമ്മാരകത്ത് പോയി പൈസ വാങ്ങിച്ച ആ പൈസക്ക് ഷൂവും വാങ്ങിച്ചിട്ടോ? പിന്നെ 2 കാലിൽ ഇടത്തില്ലായിരുന്നു. ഇത് ഷൂ അല്ല. നിനക്കറിയാലോ കുണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ചവിട്ടി തെറിപ്പിക്കുമെന്ന്. അപ്പൊ ഞാൻ അകത്ത് ചെന്നപ്പോ അവിടെ ഒരു കുടവിരിക്കുന്നു. ആ ചെമ്പ് കുടം ഞാൻ അടിച്ചു കയറിപ്പിച്ച് എന്റെ കാലിനകത്തായി പോയി. കാലക്കേട് ഇതിനകത്തൊരു എലിയും കിടപ്പുണ്ടെന്ന്. കാച്ചിൽ പറിച്ചിട്ടേക്കോ എന്ന് പറഞ്ഞ് എലി ഒരു സൈഡിൽ നിന്ന് പണിയറിയോ. നോക്കട്ടെ ഞാൻ. അയ്യോ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല കൊച്ചെ പൈസ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയാണ് പിന്നെന്തോ ഞാൻ കൊത്താ ഒരു വീഡിയോ സംഘടിപ്പിക്കാം. ആ വീഡിയോ സംഘടിപ്പിക്കാം. അതെ മാർഗം. അതെ എന്തോ വീഡിയോ ആയിരുന്നു ചെയ്ത് കൊടുക്കാഞ്ഞേ. മറ്റേ അടുക്കള കാഴ്ചയുടെ ഇതായിരുന്നു. എന്തോ പറ്റി അതെന്താ ചെയ്ത് കൊടുക്കാഞ്ഞേ? തിരക്കായിരുന്നു, അതുകൊണ്ടാ സമയമില്ലായിരുന്നു. ആണോ? ആണെങ്കിൽ അടുക്കള കാഴ്ചയുടെ വേണ്ട വേറൊരു വീഡിയോ ചെയ്ത് തരാമോ? നോക്കട്ടെ, ഞാൻ ഇവിടെ ചോദിച്ചിട്ട് പറയാം. അങ്ങനെ വേണം. കാലിൽ കുടം കുരുങ്ങി ജോലിക്ക് പോകാൻ പറ്റാത്തൊരു പാവപ്പെട്ടവന് വേണ്ടി ഒരു സഹായത്തിനുള്ള ഒരു വീഡിയോ ചെയ്തു തരാമോ? ജീവകാരൻ്റെ ഇല്ല, അപ്പൊ എന്താ നമുക്ക് ചെയ്തു? ഇത് വലിയ ഉപകാരം കേട്ടോ, വലിയ സന്തോഷം. ഒരു പന്ന പരിപാടി കാണിക്കും. എന്റെ പൈസ വാങ്ങിച്ചു തരാൻ പറ്റുന്ന അമ്മാനുള്ള വീഡിയോ മാറ്റാൻ പോകുന്നത്. എടാ ആദ്യം എന്റെ കാലിലെ കുട പൂരിട്ട് എന്നിട്ടല്ലേ നിന്റെ കല്യാണം ബാക്കിയുള്ള പൈസയും. അമ്മ എന്റെ കല്യാണം ചുമ്മാ എനിക്ക് കല്യാണം അപ്പോ ചേട്ടാ പ്രചോട്ടാ രണ്ടുപേരെടുത്തു നമ്മള് കോമഡി ഉത്സവം കൊടി ഇറക്കാണ്. അടുത്ത ഉത്സവത്തിൽ കാണും വരെ ടേക്ക് കെയർ ആൻഡ് ബൈ എവരിവൺ.